ഹലോ. അതല്ല ഇതാ. ഹലോ. എന്റെ പൊന്നെ ഓട്ടോറിക്ഷ എന്ത് വരാണ്ടേത്? അയ്യോ പേടിക്കണ്ട സാറേ, ഞങ്ങൾ ഖരാബ് ചെയ്യാനൊന്നും വന്നതല്ല. മാറിക്കെ സാറിന് ഇന്നറിയ പ്രോഗ്രാം ഉള്ളതാ. 1:30 അർച്ചന സ്റ്റുഡിയോ, 2:30 ചാനൽ മീറ്റിംഗ്, ഷാർപ്പ് 4:30 വിമൻസ് കോളേജ്. അതെ, ഈ വിമൻസ് കോളേജിൽ എന്നാ പ്രോഗ്രാം? ഏയ് അങ്ങനെ പ്രത്യേകിച്ച് പ്രോഗ്രാം തിരുമല്ലേ സാറേ, ഞങ്ങളൊക്കെ സിംഗർ സ്റ്റാർ പ്രോഗ്രാമിന്റെ ഫാൻസാ. പ്രോഗ്രാം കലക്കുന്നുണ്ട്. സൂപ്പർ പരിപാടിയാണ്. താങ്ക് യു സാർ പ്ലീസ് ഒരു ഉപകാരം ചെയ്യോ സാർ? എന്താ? ആ പ്രോഗ്രാമിലെ ഗായത്രിയുടെ സെൽ നമ്പർ ഒന്ന് കിട്ടിയാ we just want to congratulate you. What a marvelous and sweet voice sir. അത്രേ ഉള്ളൂ, ഞാൻ തരാമല്ലോ. ആ മൊബൈലിൽ ഒന്ന് നോട്ട് ചെയ്തു. ഇതെങ്ങനെ ഉപകാരവും ഉപദ്രവല്ലേ? തന്നെയുമല്ല എന്റെ മെമ്മറിൽ ആ കുട്ടിയുടെ നമ്പരുമില്ല. പക്ഷേ ഡയറി കാണും. തിരുമലേ എന്തോ തിരുമല്ലേ അങ്ങനെ പറഞ്ഞു ഒഴിവാക്കരുത് സാർ, പ്ലീസ്. ഇവന്റെ അന്ത്യാഭിലാഷം അല്ല സാറേ, ഒന്ന് സഹായിച്ചു കൊടുക്കും. പ്ലീസ് അതിന് ഫോൺ നമ്പർ എന്തിനാ? റീത്ത് പോരെ അല്ലേ സാർ? അത് മതി. പ്ലീസ് സർ. ഡിയർ ഫ്രണ്ട്സേ, ഞാൻ ഒരു വട്ടം പറഞ്ഞുവല്ലോ, ഇനി അത് ആവർത്തിക്കണോ? നിങ്ങൾ അവരെ നേരിട്ട് മീറ്റ് ചെയ്ത് വാങ്ങിച്ചോളൂ, അല്ലെങ്കിൽ തൂങ്ങിച്ചെത്തോളൂ. ഓഹോ, അപ്പൊ ഫോൺ നമ്പർ തരില്ലല്ലേ? എന്താന്ന്? ഫോൺ നമ്പർ തരില്ല അല്ലേന്ന്? തന്നില്ലെങ്കിൽ ഒന്ന് പോന്ന കാണട്ടെ. പോയാല ഒന്ന് പോന്ന കാണട്ടെ. നീയല്ലേ പറഞ്ഞ പോകുന്ന കണ്ടെന്ന്? അതെ, പോകുന്ന കാണുകയല്ലേ, നല്ല രസമുണ്ടല്ലേ? ഇത് വലിയ ശല്യമായല്ലോ. ശരി, എഴുതിക്കോ. നിങ്ങളായതിന്റെ പേരിൽ തരികയാണ്. മിസ്യൂസ് ചെയ്യില്ല സാർ, അമ്മ സത്യോട്ടും ചെയ്യില്ല. 9846100100. A lot of thanks sir. സാറിന് ഒരു പെട്ടി ഓട്ടോറിക്ഷ നിറയെ ഒരു ലോഡ് താങ്ക്സ് ഇവർ തന്നിരിക്കുന്നത്. ഓ, ഞങ്ങൾ വിളിച്ചവർ ഫോൺ എടുക്കോ സാർ? പിന്നെ ആര് വിളിച്ചാലും എടുക്കും. അതവരുടെ ഡ്യൂട്ടി അല്ലേ. വിളിക്കുന്നിടത്തേക്ക് പാഞ്ഞെത്തിയെന്നും വരും. താങ്ക് യു സർ. വരട്ടെ. സാറിനെ പൊന്നുപോലെ നോക്കിക്കോണേ, ഒരു പോറല് പോലും ഏൽപ്പിക്കരുത്. താങ്ക് യു സർ. താങ്ക്സ് എ ലോട്ട്. ബൈ. ഫോൺ എടുത്ത് വിളിക്കണം മോനെ. വിളിക്കട്ടെ മോനെ. പിടി. ഹലോ. ഹലോ, ഗുഡ് ഈവനിങ്. ഹൈവേ പോലീസ് ഹിയർ. ഹലോ, ഞാനൊരു ജെനുവിൻ ഇൻഫോമറാ. ഓതന്റിക് ആയ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് സർ. സർ, ട്രിവാൻഡ്രം കൊല്ലം ഹൈവേ റൂട്ടില് ഒരു കറുത്ത സ്കോർപിയോ കടന്നു പോകുന്നുണ്ട്. ആ വണ്ടിയുടെ നമ്പർ MZ143 സർ. ഒരു ടെലിവിഷൻ ചാനലിന്റെ പേര് പറഞ്ഞാണ് അയാൾ ചെക്ക് പോസ്റ്റുകൾ കടന്നിരിക്കുന്നത്. കാറിന്റെ സീറ്റിന്റെ കുഷനുകളിൽ കോടിക്കണക്കിന് രൂപയുടെ ബ്രൗൺ ഷുഗറും ഹെറോയിനുമാണ് സർ. സീറ്റുകൾ സാറ് കുത്തിക്കീറി പരിശോധിച്ചാൽ സംസ്ഥാനത്ത് പിടികൂടുന്ന ഏറ്റവും വലിയ നാർക്കോട്ടിക് കേസായിരിക്കും ഇത്. ക്യുക്ക് ആൻഡ് ഫാസ്റ്റ് ട്രേസ് ഹിം സർ. സാർ അതല്ലല്ലോ സാറേ ഗായത്രിയുടെ നമ്പര്. അത് ഞാൻ അവന്മാരിക്കിട്ടൊരു പണി കൊടുത്തതല്ലേ. എന്തിന്? അത് ഹൈവേ പോലീസിന്റെ നമ്പറല്ലേ. അവന്മാരിപ്പോ ഇടികൊള്ളുന്നുണ്ടാവും. ഓ, ഈ സാറിന്റെ ഒരു തല. തിരുമലേ, പിന്നെ തിരുമലേ. എന്താ സാറേ? എന്താ ഇതാ പറയുന്ന ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന്. തിരുമല്ലേ, നീ ഒന്ന് മനസ്സിലാക്കിക്കോ. എടാ, ഇതാ ഏത് കാര്യത്തിലും ഒരു ദീർഘവീക്ഷണം വേണമെന്ന് പറയുന്നത്. ഞാൻ അടിയിൽ ഈ ബർമുഡ ഇട്ടത് കൊണ്ട് അഭിമാനം പോയില്ല. ഈ അണ്ടർവെയർ ഇട്ട് നിന്നെ കണ്ടാൽ ഉറപ്പിച്ച കല്യാണം മുടങ്ങിയത് തന്നെ. ഓ, പോയി കണ്ടോട്ടല്ലേ സാർ? പോയി കണ്ടോളൂ. രണ്ടാള് പോയാ മതി. ഞാൻ വീട്ടിൽ പോട്ടെ. രണ്ട് തന്നാലുണ്ടല്ലോ. ദേ നോക്ക് സാറേ, നമ്മളെ പരിപ്പെടുത്തവന്മാര് വരുന്നു. വിതിൻ 10 minutes ഞാൻ രണ്ടുപേരും റിലീസ് ചെയ്ത് തരാം. ഇവന്റെ അങ്കിളാ സ്ഥലത്തെ DYSP. അപ്പൊ ഇവനാണ് DYFIയോ? അപ്പൊ പിന്നെ പുറത്തു പോകാൻ എളുപ്പമല്ലേ? തിരുമലേ, ഓ കൊടുത്തേക്കാമേ. നമ്പര് മാത്രമല്ല, ഹോട്ടലിന്റെ പേര്.